ഹലോ. കേൾക്കുന്നില്ലേ? ആ, കേൾക്കാനുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോ. ആവശ്യം വരുമ്പോൾ മാത്രം ഓൺ ആക്കിയാൽ മതി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ. അപ്പൊ ലിമിറ്റ്സ് ഓഫ് ഫംഗ്ഷൻ വാല്യൂസ് മൊഡ്യൂൾസിന്റെ ഫസ്റ്റ് ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആസ് ആൻ അപ്രോച്ച് എ ഈസ് റിട്ടേൺ ആസ് എഫ് ഓഫ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എല്ലായിരിക്കും എന്ന് പറയുന്നത്. അത് ഒരു ലിമിറ്റ് കൊടുക്കുക എഫ് ഓഫ് എക്സിന്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോളിനോമിയൽ വേരിയബിൾ ആവാം, ട്രിഗണോമെട്രിക് ആവാം, എക്സ്പോണൻഷ്യൽ വേരിയബിൾ ആവാം, അങ്ങനെ ഏത് വേരിയബിൾ വേണമെങ്കിലും അവിടെ വരാം, എഫ് ഓഫ് എക്സ് ആയിട്ട് വരാം. അതിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് എന്ന പ്ലേസിൽ എ കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലായിരിക്കും. ഇതുകൊണ്ട് മീൻ ചെയ്യുന്ന വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് എക്ക് ക്ലോസർ ആയിരിക്കും, എക്ക് അടുത്തായിട്ടായിരിക്കും ഈ എക്സ് വരുന്നത്. അങ്ങനെ വരുന്ന എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ വാല്യൂവിനെയാണ് നമ്മുടെ എല്ലിലേക്ക് അടുത്ത്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലിനോട് അടുത്തായിരിക്കുന്നത്. അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്ന് പറയുന്നത് എക്സ് നമുക്ക് എക്ക് ക്ലോസർ ആയിരിക്കും, അതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എല്ലിന് ക്ലോസ് ആയിരിക്കും, അടുത്തായിരിക്കും വരാം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ലിമിറ്റ്സ് ആണ് പറയുന്നത്. ഒന്ന് മൂന്ന് തരത്തിലുള്ള ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലാണ് പറയുന്നത്. ഒന്ന് ടു സൈഡ് ലിമിറ്റ്. ടു സൈഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലായിരിക്കും. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് ടെൻസ് ടു എ മൈനസ് ആയിട്ട് ഇട്ട് കൊടുക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലായിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ ഈ എ എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലായിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലിമിറ്റ് കൊടുക്കാം. നമുക്കിത് എങ്ങനെ ഒരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നോക്കിയേ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 4. ഇവിടെ എക്സിന്റെ പ്ലേസിലൊക്കെ നമുക്ക് ഈ 2 കൊടുക്കുന്ന പറയണം. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എഫ് ഓഫ് എക്സ്, ഈ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് 2, എക്സിന്റെ പ്ലേസിലൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 2 എക്സ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 വരും, പ്ലസ് 3 ഇൻറ്റു എക്സ്, 3 ഇൻറ്റു എക്സ് വരുമ്പോൾ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 കിട്ടും. 4 കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതാം. 4 ആഡ് ചെയ്യും. അപ്പൊ നമുക്കിവിടെ അതെല്ലാം മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 7 എക്സ് ടെൻസ് ടു 3, അതായത് എക്സ് ഉള്ളിടത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 7. അപ്പൊ നമുക്ക് എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എഫ് ഓഫ് 3 സീക്വൽ ടു, ഇവിടെ എക്സിന്റെ സ്ക്വയർ ആണ്, അപ്പൊ 3ക്ക് സ്ക്വയർ കൊടുത്തു, മൈനസ് 4 ഇൻറ്റു 3 പ്ലസ് 7. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 കിട്ടും. അതായത് 3 ഇൻറ്റു 3 3 സ്ക്വയർ 9 എന്ന് കിട്ടും. 4 ഇൻറ്റു 3 മൈനസ് 4 ഇൻറ്റു 3 എന്ന് വെച്ചാൽ മൈനസ് 12 പ്ലസ് 7. അപ്പൊ ആൻസർ 4 കിട്ടും. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ സിമ്പിൾ പോളിനോമിയൽ തന്നിട്ട് ആ പോളിനോമിയൽ എക്സിന്റെ സ്ഥാനത്ത് 2 എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ റിസൾട്ട് കിട്ടി. ആ മെത്തേഡിലാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്ന ഒരു ഫാക്ടറൈസ് മെത്തേഡിലാണ്. അത് എക്സ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നേരിട്ട് നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇത് 0/0 എന്ന് കിട്ടും. അതായത് ഇവിടെ എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3, 3യുടെ സ്ക്വയർ കൊടുക്കുമ്പോൾ 9, 9 മൈനസ് 9 ഈക്വൽ ടു 0 വരും. താഴെ 3 മൈനസ് 3 എന്ന് പറഞ്ഞാലും 0 വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് ഈ ഫോമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഫാക്ടർ ന്യൂമറേറ്റർ ഫാക്ടർ ആക്കണം. അത് മുകളിൽ എടുക്കുന്ന ടേമിനെ ഫാക്ടർ ചെയ്യണം. ഇപ്പൊ സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് വാല്യൂ കൊടുക്കുമ്പോൾ 0/0 എന്നുള്ള ടേമിൽ നമുക്ക് കിട്ടും. ആ സമയത്ത് അതപ്പോ കൂടെ സ്റ്റോപ്പ് ആവണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ന്യൂമിനേറ്റർ, അതായത് മുകളിൽ കിടക്കുന്ന ടേമിനെ ഫാക്ടർ ചെയ്യാൻ പറ്റും നോക്കാം. ഫാക്ടർ ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ രണ്ടാക്കി മാറ്റാൻ പറ്റും നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എ സ്ക്വയർ മൈനസ് 9, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ടേമിലാണ് കിടക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എന്തെന്ന് എഴുതാം, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. ആ ഫോർമുല ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഇവിടെ എ 9 ആണ്, 9 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് കൊടുക്കാം, എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 3 എന്ന് എഴുതാം. താഴെ കിടക്കുന്നത് എക്സ് മൈനസ് 3 തന്നെയാണ്. ഈ എക്സ് മൈനസ് 3യും ഈ എക്സ് മൈനസ് 3 എന്ന് കട്ടായി പോകും. ബാക്കി ഇവിടെ എക്സ് പ്ലസ് 3 വരും. എന്നിട്ട് ഈ എക്സിൽ നമ്മുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 3 പ്ലസ് 3 ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ.
ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് x² - 4 ഡിവൈഡ് ബൈ x - 2. സെയിം മെത്തേഡാണ് മുകളിൽ ഫാക്ടറൈസേഷൻ ആയി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ വാല്യൂ കൊടുക്കുന്ന സമയത്ത്, അതായത് ഇവിടുത്തെ വാല്യൂ 2 ആണ്, നമുക്ക് കൊടുക്കുന്ന വാല്യൂ 2 ആകുമ്പോൾ എന്തായാലും 0 വരും. അപ്പൊ 0/0 ഫോർമുല ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ന്യൂമറേറ്ററിനെ ഫാക്ടർ ചെയ്യുക. ന്യൂമറേറ്റർ ഫാക്ടർ ചെയ്യുമ്പോൾ കൂടെ x² - 4 താഴെ കിടക്കുന്ന നോക്കിയാൽ മതി. താഴെ എന്താണുള്ളത് അതിന്റെ മൈനസും പ്ലസും കൂടി മൾട്ടിപ്പിൾ ഇതായിരിക്കും മുകളിൽ കിടക്കുന്നത്. അപ്പൊ താഴെ കിടക്കുമ്പോൾ നോക്കിയാൽ താഴെ ഇവിടെ x - 3 ആയിരുന്നു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് x+3 ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ഈ രണ്ട് ടേം കിട്ടുന്നത്. അതുപോലെ ഇവിടെ നോക്കുക, ഇവിടെ x - 2 ആണ്. അപ്പൊ മുകളിൽ എന്തായിരിക്കും? x - 2 s+2 ആയിരിക്കും. ഈ x - 2 s+2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് x-ന് 2 കൊടുക്കുമ്പോൾ നമുക്ക് 4 ആൻസർ കിട്ടും. ക്ലിയർ ആണത്? ക്ലിയർ ആയി. ഇനി ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇനി കൊടുക്കുന്ന ലിമിറ്റ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തപ്പോൾ ലിമിറ്റ് x → 2, 3 അങ്ങനെ കുറെ നമ്പേഴ്സ് ആണ് കൊടുത്തിരുന്നത്. ഇനി ഇവിടെ നമുക്ക് കൊടുക്കുന്നത് x → ഇൻഫിനിറ്റി ആണ്. x ഇൻഫിനിറ്റിയിലേക്ക് ടെൻസ് ചെയ്യുന്നു പറയുന്നത്. ആ സമയത്ത് നമുക്ക് വന്നിരിക്കുന്ന ടേം 2x + 1 ഡിവൈഡ് ബൈ x - 3. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ടേമിൽ ഇപ്പൊ നമ്മൾ ഈ ടേമിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം ഒക്കെ ഇൻഫിനിറ്റി ആയിട്ട് വരാനുള്ള ചാൻസ് വരും. ഈ എക്സിന്റെ ടേം കൊടുക്കുന്ന ടേം ഒക്കെ ഇൻഫിനിറ്റി ആയിട്ട് വരും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡിനോമിനേറ്ററിലും നോമിനേറ്ററിലും നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2x ഡിവൈഡ് ബൈ എക്സ് ചെയ്യുമ്പോൾ കൂടെ 2 കിട്ടും. അതായത് 1/x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1/x കിട്ടും. x ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ അവിടെ 1 വരും. 3/x ഡിവൈഡ് ചെയ്യുമ്പോൾ 3/x തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഈ ടേമിനെ ഇതേപോലെ ഒരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അതായത് അല്ലാതെ എന്തുകൊണ്ട് x കൊണ്ട് ഡിവൈഡ് ചെയ്തേ? ഡിവൈഡ് അതായത് x ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് ഇവിടെ എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ ഇൻഫിനിറ്റി കൊടുക്കാൻ പറയുമ്പോൾ ഇതൊക്കെ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടില്ല. അപ്പൊ ഇൻഫിനിറ്റി ആണ് നമ്മുടെ എക്സിന് പകരം കൊടുക്കാൻ തന്നിരിക്കുന്ന ടേം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടുത്തെ ഈ ടേം ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യനിൽ ഉള്ള എക്സിന്റെ ടേമിനൊക്കെ ഡിവൈഡ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പുറത്തെ ടേമിലേക്ക് എക്സ് ആക്കാം. അതാണ് ഇവിടെ ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് 2/x-നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് 2 കിട്ടും. 1/x-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/x അങ്ങനെ തന്നെ വരും. ഇവിടെ x-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇവിടെ വരുമ്പോൾ 3/x കിട്ടും. അല്ലെങ്കിൽ x കൊണ്ട് ഡിവൈഡ് ചെയ്യാല്ലേ? x കൊണ്ട് ഡിവൈഡ്. ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന വെച്ചാൽ ഇൻഫിനിറ്റി -3 എന്നുള്ള ടേം ആവും, അല്ലെങ്കിൽ ഇവിടെ 2 ഇൻഫിനിറ്റി +1 എന്നുള്ള ടേം ആവും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിൽ എത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ ഇൻഫിനിറ്റി വരുന്ന സമയത്ത് ഈ മുകളിലത്തെ ടേം മൊത്തം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പൊ ഇവിടെ എന്തായാലും 3/x എന്നുള്ളത് 0 ആയിട്ട് പോകും. അപ്പൊ ഈ രണ്ട് ടേം 0 ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ എക്സ് കൊണ്ട്, അതായത് ഉള്ള എക്സിന്റെ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ എക്സിന്റെ ടേം പോയി കണ്ട് അടുത്ത ടേമിന് അത് വരും. അപ്പൊ ഈ ഫസ്റ്റ് സൈഡിലെ വാല്യൂസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കി ഇവിടെ ഈ ടേമിന് നമുക്ക് ഇവിടെ ഇത് 0 ആയിട്ട് പോകും, ഇതും 0 ആയിട്ട് പോകും. അപ്പൊ നമ്മുടെ വാല്യൂ എന്ത് കിട്ടും? 2/1 എന്ന് കിട്ടും. 2/1 എന്നുള്ളത് നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇത് ക്ലിയർ. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ 3x + 2 ഡിവൈഡ് ബൈ 2x - 5. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇൻഫിനിറ്റി ആണ് കൊടുക്കാൻ പറയുന്നത്. x ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എക്സിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി ആണ് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ ഇൻഫിനിറ്റി ആണെന്ന് വേണ്ടിയിട്ട് ഈ എക്സിനെയും ഈ എക്സിനെയും ഡിവൈഡ് ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് ന്യൂമിനേറ്ററിലും ഡിനോമിനേറ്ററിലും x കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും, ഇവിടെ 2 വരും. ഇവിടെ വരുന്നത് 2/x വരും, ഇവിടെ 5/x വരും. ഈ 2/x ഇൻഫിനിറ്റിയിലേക്ക് പോകും, -5/x ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ബാലൻസ് ഇവിടെ 3/2 കിട്ടും. അതാണ് അതിന്റെ ആൻസർ, 3/2. x ടെൻസ് ടു ഇൻഫിനിറ്റി ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിനെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള ടേം ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിട്ട് വരുന്ന ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് എക്സ് കൊണ്ട് വെച്ചാൽ നേരിട്ട് ചെയ്താൽ എന്തായാലും ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. നമുക്ക് ഇവിടെ 2 × അങ്ങനെ ഇൻഫിനിറ്റി എന്നുള്ള ടേം ആണ് വരിക. പക്ഷെ നമുക്കിത് 1/x ആവുമ്പോൾ 1/∞ എന്ന് പറയുമ്പോൾ അതിന് അറ്റില്ല. അപ്പൊ അത് 0 ആയിട്ട് പോകും. അപ്പൊ ഏതൊരു മുകളിൽ വാല്യൂ ഉണ്ട്, താഴെ ഇൻഫിനിറ്റി വരുമ്പോൾ 0 ആയിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള ടേമിലേക്ക് ആക്കിയാൽ മാത്രമേ ബാക്കിയുള്ളതിന് നമുക്ക് ആൻസറും കിട്ടും. അപ്പൊ ഈ ടേമിന് നമുക്ക് 0യിലും പോകും, ഇത് 0യിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഇവിടെ താഴെ 2/1 എന്നുള്ള 2 എന്നുള്ള ആൻസറിലേക്ക് എത്തിയാൻ പറ്റും. അതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇൻഫിനിറ്റി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അവിടെ ഉള്ള വാരിയബിൾ ഏതാണെന്ന് നോക്കാം. ഇവിടെ എക്സിന് പകരം y z എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ആ ടേമിന് നമ്മൾ എന്ത് ചെയ്യുക? അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവിഷൻ താഴെ ഡിവിഷൻ ഇത് ഈ ഫ്രാക്ടർ ആയിട്ട് വരുന്ന രൂപത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് 0യിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ടെൻസ് ടു 0യിലേക്ക് പൊക്കോളും ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ. 2/∞ എന്ന് പറയുമ്പോൾ അത് 0 ആയിട്ട് പോകും. 5/∞ എന്ന് പറയുമ്പോൾ 0 ആയിട്ട് പോകും. അപ്പൊ ബാക്കിയുള്ള ടേം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ കോൺസ്റ്റന്റ് ടേം മാത്രമായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആയി.
ഇനി ഈ ലിമിറ്റ്സിന്റെ കുറെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് അങ്ങനെയുള്ള ടേമുകളിൽ, എക്കണോമിക്സിൽ, എഞ്ചിനീയറിംഗിൽ, കണ്ടിന്യൂറ്റി, ഡിഫറൻഷിയേഷൻ, ഒപ്റ്റിമൈസേഷൻ, ഇതിലൊക്കെ നമ്മൾ ഈ ലിമിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് ലിമിറ്റ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ടേമിലൊക്കെ നമുക്ക് ലിമിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ലിമിറ്റ്സിൽ കുറച്ച് ലോ പറയുന്നുണ്ട്. ലിമിറ്റ്സ് ലോ എന്നാണ് അടുത്ത ടോപ്പിക്. അപ്പൊ ഇപ്പൊ ഈ ടോപ്പിക് ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞത് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്, സിമ്പിൾ ആണ്. ഇനി അടുത്ത വരുന്നത് ലിമിറ്റ്സ് ലോ ആണ്. കുറച്ച് 6 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ്, ഇവിടെ നമുക്ക് ലോ പ്രൊവൈഡ് ചെയ്യുന്നത് സെറ്റ് ഓഫ് റൂൾസുകളാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൊരു ഫംഗ്ഷനെ ബ്രേക്ക് ചെയ്ത് സിമ്പിൾ ചെയ്തിട്ട് സിമ്പിൾ കോമ്പോണന്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് ലിമിറ്റ് കൊടുക്കുക, എന്നിട്ട് അതിന് ആൻസർ കണ്ടെത്താം. അതിനാണ് ഈ ലിമിറ്റ്സ് ലോ എന്ന് പറയുന്നത്. അതുപോലെ ഫസ്റ്റത്തെ ലോ എന്ന് പറയുന്നത് സം ലോ ആണ്. സം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അത് ഇവിടെ നമുക്ക് സം ആണ് കിടക്കുന്നത്. ഇതാണ് ടേം. ഓക്കെ. അപ്പൊ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. എക്സ് ഉള്ളടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? എ കൊടുക്കണം. ഇവിടെ സം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സം എന്ന് പറയുമ്പോൾ 2 ടേം ആണ്. അതല്ലേ എഫ് ഓഫ് എക്സ് എന്നൊരു ഫസ്റ്റ് ടേം, ജി ഓഫ് എക്സ് എന്ന് സെക്കൻഡ് ടേം ആണ്. അപ്പൊ ഈ 2 ടേമിനെയും സെപ്പറേറ്റ് നമ്മൾ എന്ത് കൊടുക്കുക? ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് എക്സ് ടെൻസ് ടു എ പ്ലസ് ലിമിറ്റ് ജി ഓഫ് എക്സ് എസ് ടെൻസ് ടു എ. അപ്പൊ തന്നിരിക്കുന്ന ടേമിനെ നമ്മൾ എന്താക്കി? 2 ടേം ആക്കി മാറ്റി. അതായത് പ്ലസ് ആയതുകൊണ്ട് ഈ പ്ലസ് സെന്ററിൽ ഇട്ട് ലിമിറ്റ് എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും സെപ്പറേറ്റ് കൊടുക്കുക. അപ്പൊ നമുക്കിത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് സം ലോ എന്ന് പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ നോക്കിയേ. നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x² പ്ലസ് 3x. അപ്പൊ 2 പ്ലസ് ഉണ്ട് നടക്കുക. അപ്പൊ 2 ടേം ആണ്. അത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം. അപ്പൊ ഫസ്റ്റ് ടേമിൽ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x² പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഓഫ് എക്സ്. അപ്പൊ ഇവിടുത്തെ എക്സിന് പകരം 2 കൊടുക്കുക, ഇവിടുത്തെ എക്സിന് പകരം 2 കൊടുക്കുക. ഇവിടെ എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ 2 × 2 വരും. ഇവിടെ 3 × 2 വരും. 2² എന്ന് പറഞ്ഞാൽ 4, 3 × 2 എന്ന് പറഞ്ഞാൽ 6. മൊത്തം ആൻസർ നമുക്ക് 10 എന്ന് കിട്ടി. അതുപോലെ തന്നെ x² പ്ലസ് 2x. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ 1 കൊടുക്കാനാണ് പറയണം. പ്ലസ് 2 പ്ലസ് കണ്ടു കഴിഞ്ഞാൽ 2 ടേം ആണ്. 2 ടേം ആകുമ്പോൾ ലിമിറ്റ് 2ന് സെപ്പറേറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 to x² പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 to 2x. 1 x² 1 കൊടുക്കുമ്പോൾ 1² എന്ന് കിട്ടും. ഇവിടെ 2 × 1 എന്ന് കിട്ടും. 2 + 1 3 എന്ന് കിട്ടി. ക്ലിയർ ആണത്? ക്ലിയർ ആയി. ഇനി അടുത്ത ലോ ഡിഫറൻസിയേഷൻ ലോ. അതായത് ഡിഫറൻസ് ചെയ്യുക. അതായത് നേരത്തെ നമ്മൾ പ്ലസ് ചെയ്തു, അതിന് പകരം ഇവിടെ ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ പ്ലസ് ആയിരുന്നു, ഡിഫറൻസിന്റെ ഇക്വേഷൻ വരുമ്പോൾ ഇവിടെ മൈനസ് ആയി. ഇപ്പൊ ഇതുപോലെ തന്നെ രണ്ട് ടേം ആണ്. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫസ്റ്റ് ടേം, ജി ഓഫ് എക്സ് എന്നുള്ള സെക്കൻഡ് ടേം. അപ്പൊ ലിമിറ്റ് ഫസ്റ്റ് എഫ് ഓഫ് എക്സിന് കൊടുക്കുക, മൈനസ് ലിമിറ്റ് ജി ഓഫ് എക്സിന് കൊടുക്കുക. അതാണ് നമ്മുടെ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നോക്കി x² - 2x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. അതായത് എക്സിന്റെ സ്ഥാനത്ത് 1 ആക്കണം. x² - 2x. അപ്പൊ 2 ടേം ആണ്. ഫസ്റ്റ് ടേമിന് ആദ്യം കൊടുക്കുക, സെക്കൻഡ് ടേമിന് രണ്ടാമത് കൊടുക്കുക. ഫസ്റ്റ് ടേം x² ആണ്. x² സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 1² കിട്ടും. മൈനസ് 2 × x. 2 × 1 എന്ന് പറയുമ്പോൾ 1 - 2 എന്ന് കിട്ടും. നമുക്ക് അതിന് -1 എന്ന് കിട്ടും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. x² - 3x എക്സ് ടെൻസ് ടു 2. അപ്പൊ x² സ്ഥാനത്ത് ഫസ്റ്റ് ടേമിൽ x² സ്ഥാനത്ത് 2 കൊടുക്കുക. 2² എന്ന് പറയുമ്പോൾ 4 വരും. ഇവിടെ 3 × 2 3 × 2 എന്ന് പറഞ്ഞാൽ 6 വരും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് 4 - 6 = -2 എന്ന് കിട്ടും. ക്ലിയർ ആണത്? ക്ലിയർ ആയി. ഇനി കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ലോ. അതായത് ഒരു കോൺസ്റ്റന്റ് ടേമിനാണ് എഫ് ഓഫ് എക്സിൽ അവിടെ തന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സിന് ഒരു കോൺസ്റ്റന്റ് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺസ്റ്റന്റ് ടേമിന് നമുക്ക് പുറത്ത് എഴുതിയതിനു ശേഷം ബാക്കിയുള്ള എഫ് ഓഫ് എക്സിൽ ലിമിറ്റ് കൊടുക്കാം. കോൺസ്റ്റന്റ് ടേമിന് നമുക്ക് ഒരു ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ 3, 4 എന്നൊക്കെ വരുന്ന കോൺസ്റ്റന്റ് ടേമുകൾ കണ്ടിരുന്നു. ഇപ്പൊ കണ്ടു ഇവിടെ ഒരു 7. ഈ 7 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. ഈ ഇക്വേഷനിൽ 7 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. അപ്പൊ ഈ കോൺസ്റ്റന്റിന് നമ്മൾ എസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വെക്കാം. കണ്ടോ, 7 അങ്ങനെ തന്നെ എഴുതും. എന്നിട്ട് ബാലൻസ് വരുന്ന ടേമിന് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളൂ? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൊടുക്കുന്നുള്ളൂ. ആ റൂളാണ് ഇവിടെ പറയുന്നത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. എക്സ് എന്ന് പറയുന്നത് എയിലേക്ക് ടെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ സിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് എഫ് ഓഫ് എക്സിന് ലിമിറ്റ് കൊടുക്കാം. അപ്പൊ സി ഇൻറ്റു ലിമിറ്റ് എഫ് ഓഫ് എക്സ് എസ് ടെൻസ് ടു എ എന്ന് കിട്ടും. പിന്നെ ഒരു എക്സാമ്പിൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 5x². ഇവിടുത്തെ 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 5നെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ലിമിറ്റ് എസ് ടെൻസ് ടു 3 x² ലിമിറ്റ് 3 കൊടുക്കാം. x² ലിമിറ്റ് 3 കൊടുക്കുമ്പോൾ 3 × 3 9 വരും. 9 × 5 45. അതുപോലെ അടുത്ത എക്സാമ്പിൾ 6x³.
എക്സ്റ്റെൻസ് ടു 2 എന്ന് പറയുന്നത് 6 കോൺസ്റ്റന്റ് ആണ്. പുറത്ത് എഴുതി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 2ന് ക്യൂബ് കൊടുക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. 8 into 6 വരുമ്പോൾ 48 കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഇനി പ്രൊഡക്റ്റ് ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രൊഡക്റ്റ് ആയിരിക്കും. അത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയിരിക്കും. രണ്ട് ടേം ആണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയി. അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോഴും സെപ്പറേറ്റ് കൊടുക്കുക. ഈ എഫ് ഓഫ് എക്സിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക, ജി ഓഫ് എക്സിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എഫ് ഓഫ് എക്സ് എക്സ്റ്റെൻസ് ടു എ ഇൻറ്റു ലിമിറ്റ് ജി ഓഫ് എക്സ് എക്സ്റ്റെൻസ് ടു എ എന്ന് കിട്ടും. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1. അത് ഇതൊരു ടേം, ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ഒരു ടേം, എക്സ് വേറൊരു ടേം. അപ്പൊ എക്സിന് ആദ്യം ലിമിറ്റ് കൊടുക്കുക, അതിനുശേഷം എക്സ് മൈനസ് 1 ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് മൈനസ് 1. അപ്പൊ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 കിട്ടും. ഇവിടെ 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 കിട്ടും. 2 into 1 എന്ന് പറയുമ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1. എക്സ് സ്ക്വയർ എന്നുള്ള ഒരു ടേം, എക്സ് മൈനസ് 1 എന്നുള്ളത് സെക്കൻഡ്. അപ്പൊ ഫസ്റ്റത്തെ ടേമിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് സ്ക്വയർ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് മൈനസ് 1. ഇവിടെ 3ക്ക് സ്ക്വയർ ആണ് മറക്കണം. ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവണില്ല? പ്രോബ്ലം ആണ്. പറയുന്നത് ക്ലിയർ ആണില്ല എന്നാണോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? റിയ? ഹലോ 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 ആ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ സ്ലോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കേട്ടോ? പ്രൊഡക്റ്റ് ലോ എന്നാണ് കേട്ടോ? പ്രൊഡക്റ്റ് ലോ കേട്ടു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ്റ്റെൻസ് ടു 3 എന്ന് പറഞ്ഞേക്കുന്നത് സെപ്പറേറ്റ് ചെയ്യുക. ആദ്യം എക്സ് സ്ക്വയറിന് ലിമിറ്റ് കൊടുക്കുക, അതിനുശേഷം എക്സ് മൈനസ് 1ന് ലിമിറ്റ് കൊടുക്കുക. എക്സ് സ്ക്വയറിന് കൊടുക്കുമ്പോൾ നമുക്ക് 9 കിട്ടും. എക്സ് മൈനസ് 1ന് കൊടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പൊ 9 into 2 is equal to 18 കിട്ടും. പ്രൊഡക്റ്റ് ലോ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ക്വോഷ്യൻ ലോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്. നമുക്ക് ലിമിറ്റ് എഫ് ഓഫ് എക്സിന് സെപ്പറേറ്റ് കൊടുക്കുക, ജി ഓഫ് എക്സിന് സെപ്പറേറ്റ് കൊടുക്കുക. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാൻ പാടില്ല. 0 ആണെന്നുണ്ടെങ്കിൽ ടേം മൊത്തം 0 ആയിട്ട് പോകും. അതുകൊണ്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ ഒരു എക്സാമ്പിൾ വന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 എക്സ്റ്റെൻസ് ടു 2. അപ്പൊ നമുക്ക് ഇത് നേരത്തെ ചെയ്ത മെത്തേഡിൽ തെച്ച് തന്നെ ചെയ്യാൻ പറ്റും. മുകളിലത്തെ ടൈമിൽ ലിമിറ്റ് കൊടുക്കുക, താഴത്തെ ടൈമിൽ ലിമിറ്റ് കൊടുക്കുക. പക്ഷെ ഇത് നമുക്ക് ഇതുപോലെ കോഷ്യൻ റൂൾ ഇതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഫാക്ടറായി കിടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളതിന് എക്സിന് വാല്യൂ കൊടുക്കാം. കൂടെ നമുക്ക് എക്സിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. ഇനി പവർ ലോ എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ. ഇങ്ങനെ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ പവർ ആയിട്ട് n കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ എഫ് ഓഫ് എക്സിന് മാത്രമാണ് n ഇവിടെ പറഞ്ഞേക്കുന്നത് പവർ. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഹോൾ പവർ n ആയിട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് ക്യൂബ് എന്ന് പറഞ്ഞേക്കണം. അപ്പൊ എക്സ് ക്യൂബിന് ലിമിറ്റ് കൊടുക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സിന് ലിമിറ്റ് കൊടുത്തതിന് ശേഷം ആ വാല്യൂവിനെ ഹോൾ ക്യൂബ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ 3 ആയിരുന്നു. 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ക്യൂബ് കൊടുക്കുക. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 29. ക്ലിയർ ആണോ പവർ ലോ? ക്ലിയർ ആയി. ഇനി റൂട്ട് ലോ. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിയേ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ nth റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ nth റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സിനെ നമുക്ക് എന്താ ചെയ്യാം? ലിമിറ്റും കൂടി ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പൊ nth റൂട്ട് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്നാവും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 റൂട്ട് ഓഫ് എക്സ് എന്ന് പറയണം. അപ്പൊ റൂട്ട് ഓഫ് എക്സ് എന്നുള്ളത് എന്ത് കൊടുക്കുക? മൊത്തം ഹോൾ ആയിട്ട് റൂട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ റൂട്ട് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 എക്സ് എന്ന് കിട്ടും. ഈ എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുക്കാനാണ് പറയണം. അപ്പൊ നമുക്ക് ഇവിടെ 4 വരും. 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് കിട്ടും. 2 into 2 ആണ് റൂട്ട് 4 എന്നുള്ളത്. അപ്പൊ രണ്ട് ടൈമിന് റൂട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം പുറത്തേക്ക് എടുക്കും. അപ്പൊ 2 into 2 ആണ് 4. അപ്പൊ 2 2 ആയി. അതിലൊരു 2 പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റൂട്ടിനുള്ളിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടിയ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആയി.
അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ല? ഈ റൂൾസുകൾ 6 എന്ന് പറയുന്നത് 1 2 3 6 ക്ലിയർ ആയി. ഇനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയണം. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കണ്ടീഷൻ നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ അത് എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് എക്സ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എക്സ് ഈക്വൽ ടു എ ആണെന്നുള്ളത് എ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സിന് സ്ഥാനത്ത് എ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എ എന്ന് എഫ് ഓഫ് എക്സിന് പകരം അത് എ ആയിട്ട് മാറണം എന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. ഇനി സെക്കൻഡിൽ നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ പറയണം. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറയണം. എക്സ് ഈക്വൽ ടു എ എന്ന് ലിമിറ്റ് കൊടുക്കാൻ പറയണം. അത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ലിമിറ്റിന്റെ രൂപത്തിലേക്ക് എഴുതി വെച്ചാൽ മതി. മൂന്നാമത് പറഞ്ഞത് വാല്യൂ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ലിമിറ്റ് എഗ്രി. ആ വാല്യൂവിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസ് ടു എ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് എ ആയിരിക്കണം. അത് ഈക്വൽ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ടു ചെക്ക് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 1. നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 1 ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം എന്ന് പറയണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതുക. ഈ എക്സിന്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ നമുക്ക് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 3 ഇൻറ്റു 1 3 പ്ലസ് 2 അത് 5 ഒന്ന് 6 കിട്ടി. അപ്പൊ എഫ് ഓഫ് 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 6 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നേരിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കൊടുത്താൽ ലിമിറ്റിന്റെ സ്റ്റെപ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്നാണോ തന്നിട്ടുണ്ടായിരുന്നത് അതെടുത്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് പോളിനോമിയൽ ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ഇവര് വാല്യൂ കണ്ടിന്യൂസ് ആയിരിക്കും. പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന വാല്യൂ ഈ വാല്യൂ നമുക്ക് കിട്ടും. 6 തന്നെയാണെന്ന് കിട്ടും. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ കേസ് ലിമിറ്റ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആണെന്ന് നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. 1 കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് 6 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. കട്ടായ റേഞ്ച് എന്തോ പ്രോബ്ലം ഉണ്ട്. ഈ 3 ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി എന്താണെന്ന് മനസ്സിലായോ? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ അത് എഫ് ഓഫ് എ എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ലിമിറ്റ് നമുക്ക് കൊടുത്തിട്ട് അതിനൊരു വാല്യൂ കണ്ടെത്താൻ പറയണം. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ലിമിറ്റ് എഗ്രി ചെയ്യുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എഫ് ഓഫ് എ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നതിൽ ആദ്യം എഫ് ഓഫ് എക്സിന് വാല്യൂ കൊടുത്തു 1 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കത് 6 എന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിനുശേഷം അത് ലിമിറ്റ്സിലേക്ക് കിട്ടുമ്പോൾ ലിമിറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് കിട്ടി, അതിനൊരു വാല്യൂ കിട്ടി. പോളിനോമിയൽ ആയതുകൊണ്ട് ഒരു പോളിനോമിയൽ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടി. അപ്പൊ അതും എക്സിസ്റ്റ് ചെയ്തു. മൂന്നാമത്തത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ 6 കിട്ടുന്നുണ്ട്. സെയിം കേസ് തന്നെ നമുക്ക് 1 കൊടുക്കുമ്പോൾ 6 കിട്ടുന്നത് കൊണ്ട് ഇത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ആണെന്ന് പറയാം. ക്ലിയർ ആണോ അത്? ക്ലിയർ. അനദർ എക്സാമ്പിൾ ആയിരുന്നു, പക്ഷെ അത് ക്ലിയർ ആയില്ല. ഞാൻ ബോർഡ് ചെയ്ത് കാണിച്ചു. ഇതായിരുന്നു എഫ് ഓഫ് എക്സ്. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എക്സ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 2 ആ പറഞ്ഞേക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആണ്. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്തൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 2 മൈനസ് 3. 2 സ്ക്വയർ 4 4 പ്ലസ് 10 മൈനസ് 3 ഈക്വൽ ടു 11 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ലിമിറ്റ് കൊടുത്താലും സെക്കൻഡ് കേസിൽ നമുക്ക് ലിമിറ്റ് കൊടുത്താലും ലിമിറ്റ് ഇതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ടൈം കൊടുത്തു. അതിൽ എക്സിന്റെ സ്ഥാനത്തൊക്കെ 2 കൊടുത്താൽ നമുക്ക് 11 തന്നെ കിട്ടും. അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ എഫ് ഓഫ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എഫ് ഓഫ് എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 11 തന്നെ ആയതുകൊണ്ട് ഇത് 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം.
ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് വരുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തന്നിരിക്കുന്നത് എക്സ് പ്ലസ് ടു എക്സ് നോട്ട് ഈക്വൽ ടു 1, അതുപോലെ 3 എക്സ് ഈക്വൽ ടു 1. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറയണം. എക്സ് ഈക്വൽ ടു 1 ആണെന്ന് ചെക്ക് ചെയ്യാൻ പറയണം. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസ് എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എക്സ് പ്ലസ് ടു കൊടുക്കാം. എക്സ് പ്ലസ് ടുവില് 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. കറക്റ്റ് അല്ലേ? ഇത് ഇവിടെ നമുക്ക് 1 പ്ലസ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടി. അതായത് എക്സിന്റെ വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് 3 എന്ന് ആൻസർ കിട്ടും. ഇത് തന്നെ ഉണ്ട് ടേം. വൺ മിനിറ്റ്, സിസ്റ്റം ഓഫ് ആയി പോയി. ഓക്കെ. വൺ മിനിറ്റ്, എന്റെ സിസ്റ്റം ഓഫ് ആയി പോയി. ഞാൻ ലാപ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ.
സിസ്റ്റം ഓൺ ആവണ്ട 5 മിനിറ്റ്. ആ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 കണ്ടീഷൻ ഉണ്ടായിരുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 എക്സ് നോട്ട് ഈക്വൽ ടു 1, അതുപോലെ 3 എക്സ് ഈക്വൽ ടു 1. അത് ഫസ്റ്റത്തെ എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കുന്നത് എക്സ് പ്ലസ് 2 ആണെങ്കിൽ അതിന് 1 എന്ന് വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 1 പ്ലസ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്തു. ഈ രണ്ടാമത്തെ കണ്ടീഷൻ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് പ്ലസ് 2 ആണ്. 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെയും 3 എന്ന് കിട്ടും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. പക്ഷെ ഇവിടുത്തെ ഈ കണ്ടീഷനിൽ എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സമയത്ത് 1 അല്ലാത്ത വേറൊരു വാല്യൂ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 4 എന്ന് കിട്ടും. 3 കൊടുക്കുകയാണെങ്കിൽ 5 എന്ന് കിട്ടും. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇതിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ആണെന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതിപ്പോ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോ 1 അല്ലാതെ ഏതെങ്കിലും നമ്പർ എക്സ് പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 3 അപ്പൊ ആണെന്ന് അത് കിട്ടില്ല.
3 കിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അത് കണ്ടിന്യൂസ് അല്ല അല്ലേ? കണ്ടിന്യൂസ് അല്ല. ആ ആ മൂന്നാമത്തെ കണ്ടീഷനിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കില്ല. അതായത് ഇതുപോലെ ഒരു ഇങ്ങനെ ക്ലാസ് ഇന്റർവെൽ ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ട് വരുള്ളൂ. അല്ലാതെ നേരത്തെ തന്ന പോളിനോമിയലോ അങ്ങനത്തെ ടേമിലാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ ഇവിടെ രണ്ട് കണ്ടീഷൻ വരുന്നില്ല. ഇവിടെ എക്സ് ഈക്വൽ ടു 1 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ 3 കിട്ടും. കറക്റ്റ് ആണ്. ഇത് എഫ് എക്സ് എടുത്തുകൊണ്ട് എക്സിന് 1 കൊടുക്കുമ്പോൾ 3 കിട്ടും. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ഈ 1 അല്ലാത്ത ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും 3 എന്ന് ആൻസർ കിട്ടില്ല. ഇപ്പൊ 0 കൊടുക്കണമെങ്കിൽ 2 വരും, 1 കൊടുക്കണമെങ്കിൽ 3 കിട്ടും, 2 കൊടുക്കണമെങ്കിൽ 4 വരും, പിന്നെ 2 കൊടുക്കണമെങ്കിൽ 3 കൊടുക്കണമെങ്കിൽ 5 വരും. അപ്പൊ അങ്ങനെ വാല്യൂ വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആണെന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ ആണോ അത്? ഓക്കെ. ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമ്മുടെ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ പേജ് ക്ലിയർ ആയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1, അതുപോലെ 3 ഇഫ് എക്സ് ഈക്വൽ ടു 1, എക്സ് മൈനസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. എന്നിട്ട് ഇത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറയണ എക്സിന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 2 കൊടുക്കുക. അവിടെ നമുക്ക് എക്സിന് 1 എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അത് 1 പ്ലസ് 2 ഈക്വൽ 3 കിട്ടും. അപ്പൊ ഈ ഫസ്റ്റ് എക്സ് ഈക്വൽ ടു 1 ആവുന്ന കേസ് 3 ആണെന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ലിമിറ്റിൽ ഫസ്റ്റത്തെ ഈ ടേമിൽ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 3 തന്നെ കിട്ടും. പക്ഷെ രണ്ടാമത്തെ കേസിൽ എക്സ് മൈനസ് 1ൽ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മൈനസ് 1 0 എന്ന് കിട്ടും. അപ്പോഴും ഈ മൂന്ന് കണ്ടീഷനിൽ രണ്ട് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇതിലിപ്പോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അത് എക്സ് പ്ലസ് 2 മാത്രം കൊടുത്താ പോരെ? എക്സ് മൈനസ് 1ലും കൊടുക്കണോ? മൂന്ന് കേസിലും കൊടുക്കണം. നമുക്ക് മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കേസിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് 3 കിട്ടും. അപ്പൊ ഈ സെന്ററിലുള്ള എക്സ് ഈക്വൽ 1 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. സെക്കൻഡ് കേസിൽ നമുക്ക് എക്സ് ലെസ് ദാൻ 1, അപ്പൊ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 2 ഈക്വൽ 3 തന്നെ കിട്ടും. പക്ഷെ മൂന്നാമത്തെ കണ്ടീഷനിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 ഈക്വൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ ഈ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് ഇതിന് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. കിട്ടിയോ? ക്ലിയർ ആണോ? ഇത്രയാണ് ഡിസ്കണ്ടിന്യൂസിന്റെ രണ്ട് കേസും കണ്ടിന്യൂസിന്റെ കേസും നമുക്ക് പറഞ്ഞു. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടല്ലോ വരുന്നത്. ഇനി അടുത്തത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു അനദർ, വേറെ ഒന്ന് വെച്ചുകൊണ്ട് റെപ്രസെന്റ് ഡെറിവേറ്റീവ് ചെയ്തുകൊണ്ട് ഒരു കാൽക്കുലേഷൻ ഡെറിവേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. അത് രണ്ട് മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. ചോദിച്ചോട്ടെ? പറ. മറ്റേ ക്വസ്റ്റ്യനില് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ഉണ്ടല്ലോ. അപ്പൊ 4 മൈനസ് 1 അതിൽ കൊടുത്തു കഴിഞ്ഞാ 3 കിട്ടിയില്ലേ? 3 കിട്ടുന്നല്ലേ? പക്ഷെ അപ്പൊ അത് കണ്ടിന്യൂസ് അല്ലേ? ഓക്കെ, പക്ഷെ എന്നാലും നമുക്ക് 1 കൊടുക്കുന്ന നമുക്ക് കൊടുക്കുന്ന കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ ഏത് വാല്യൂ കൊടുത്താലും അതുപോലെ കിട്ടണ്ടേ? അങ്ങനെയുണ്ടല്ലേ? ഒരു ലിമിറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ആ 1 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 1 കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. ബാക്കിയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യായിരിക്കും. പക്ഷെ 1 കൊടുക്കുന്ന സമയത്ത് അത് ആൻസർ നമുക്ക് 0 ആണ് വരാം. അതുകൊണ്ടാണ് അത് ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് ഈ മൂന്നെണ്ണത്തിലും കൊടുക്കണം, എന്നിട്ടും 3 കിട്ടണം. അപ്പൊ കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കും. അത് 3 തന്നിട്ടുള്ളത് 3 2 ആണെങ്കിൽ 2 ഇവിടെ തരുന്ന ഇതിനനുസരിച്ച് ഇവിടെ എത്ര കണ്ടീഷൻ ഉണ്ടോ അതിനനുസരിച്ച് കൊടുക്കും. ഇവിടെ 3 ഉണ്ടായിരുന്നു, നേരത്തെ 2 ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തത് റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് മെഷർ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണ് പറയുന്നത്. ഇൻസ്റ്റന്റീനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും ഉണ്ട്, ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചും ഉണ്ട്. ഇൻസ്റ്റന്റീനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ലോപ്പ് ടാൻജന്റ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞ ഒരു കർവിന്റെ ടാൻജന്റ് ഒക്കെ അങ്ങനെ വരുന്ന പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് വെച്ചാൽ ഈ ഇൻസ്റ്റന്റീനിയസ് റേറ്റ് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ആവറേജ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. നമുക്ക് ആദ്യം ആവറേജ് റേഞ്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് വന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 3x. ഇക്വേഷൻസ് ഒക്കെ ഇവിടെ തന്നെ പഠിക്കാട്ടാ. മാത്സ് പഠിക്കാൻ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻസ് മിക്ക ഇക്വേഷൻ ഉണ്ടാകും. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് പക്ഷെ ഈ പോർഷൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. ആവറേജ് റേറ്റ് ഒക്കെ ആവറേജ് റേറ്റ് ഇല്ല. ആവറേജ് റേറ്റ് എടുത്തിട്ടില്ല. റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ള ടോപ്പിക് ഉണ്ട് സിലബസിൽ.
ഉണ്ടല്ലേ, പക്ഷെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ലിമിറ്റ് തന്നെ പല രീതിയിൽ വരുന്നത് എടുത്തിട്ടുള്ളൂ. എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ചെറിയ പോർഷൻ കൂടെ ഉണ്ട്. ജസ്റ്റ് ഞാനപ്പോ ഉള്ള പോർഷനിൽ നിന്നൊക്കെ കയറി എടുത്തിട്ടുണ്ട്. അതിന്റെ ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കിയപ്പോ ഉണ്ടെങ്കിൽ ഓക്കെ. എടുക്കാം. ഇൻസ്റ്റന്റീസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇനിയും വരുന്നുണ്ട്. ഇപ്പൊ ആവറേജ് റേറ്റ് എന്ന് വെച്ചാൽ ഈ റേറ്റ് ഓഫ് ചേഞ്ചിന്റെ അണ്ടറിൽ വരുന്നത് ഇൻസ്റ്റന്റീനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചും ആണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ സിലബസിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്, കാണിച്ചു തരാം. വളരെ രണ്ടാമത്തെ പോർഷൻ വരുന്നത് സിലബസ് കണ്ട റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഈ റേറ്റ് ഓഫ് ചേഞ്ചിന്റെ അണ്ടറിലാണ് ഈ രണ്ടും വരുന്നത്. അപ്പൊ അതുണ്ടാവും ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ഇല്ലാത്ത ഒരു മണിക്കൂറിന്റെ ഒരു ഒറ്റ ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്കാണത്. അപ്പൊ ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്തതാണോ ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്തതാണോ എന്ന് അറിയില്ല. അപ്പൊ ഈ രണ്ട് മെത്തേഡാണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്, ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ആണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. അപ്പൊ നമുക്ക് തന്നിട്ട് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കാണേണ്ടത്. എക്സിന്റെ വാല്യൂ 1ഉം എക്സിന്റെ വാല്യൂ 3. 1 തുടങ്ങി 3 ആവുന്ന വരെയാണ് റേഞ്ച് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 3യും കാൽക്കുലേറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് ആൻസർ കണ്ടെത്താം, 3 ഇട്ടിട്ടും ആൻസർ കണ്ടെത്താം. 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1, 1ന്റെ സ്ക്വയർ 1 പ്ലസ് 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 3 പ്ലസ് 1 എന്നുള്ളത് 4 കിട്ടും. രണ്ടാമത് 3 കൊടുത്ത് വരുമ്പോൾ 3യുടെ സ്ക്വയർ 9 കിട്ടും. 3 ഇൻറ്റു 3 9 കിട്ടും. 9 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 18 കിട്ടും. അപ്പൊ നമുക്ക് എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 3യും കിട്ടി. എന്നിട്ട് നേരിട്ട് ഇക്വേഷനിലേക്ക് കൊടുക്കാം. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് 18 കിട്ടി. എഫ് ഓഫ് എ എന്നുള്ളത് 4 കിട്ടി. താഴെ ബി എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് 3യും എ എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പോൾ 3 മൈനസ് 1. അപ്പൊ 18 മൈനസ് 4 നമുക്ക് 40 കിട്ടും. 40 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ? ക്ലിയർ. സെയിം ഒരു അടുത്തൊരു ക്വസ്റ്റൻ വന്നേക്കുന്നത് ഇവിടെ റേഞ്ച് വന്നേക്കുന്നത് 1ഉം 4ഉം ആണ്. അടുത്ത ക്വസ്റ്റൻ ആണത്. അപ്പൊ അതിന്റെ ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് എക്സ് സ്ക്വയർ പ്ലസ് 3x തന്നെയാണ്. ഇന്റർവെൽ വന്നേക്കുന്നത് 1ഉം 4ഉം. അപ്പൊ ആദ്യം 1 വാല്യൂ കൊടുക്കുക. 1 കൊടുക്കുക നമുക്ക് 1 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 ഈക്വൽ ടു 4 എന്ന് കിട്ടി. 4 കൊടുക്കുന്ന സമയത്ത് 4ന്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4. 4ന്റെ സ്ക്വയർ 60 പ്ലസ് 12 കിട്ടും. നമുക്ക് 28 കിട്ടും. നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. 28 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1. അപ്പൊ 28 4 പറയുമ്പോൾ 24/3 കിട്ടും. 24/3 എന്ന് പറയുന്നത് 8 കിട്ടും. ക്ലിയർ ആണോ? അത് സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ക്ലിയർ. ഇനി ഇൻസ്റ്റന്റീസ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇൻസ്റ്റന്റീസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടേമിനെ എഫ് ഡാഷ് ഓഫ് കാണാം. അത് ഡിഫറൻസിയേഷൻ ചെയ്യുക. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ആ തന്നിരിക്കുന്ന എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇൻസ്റ്റന്റേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. എക്സിന്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 2 ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഡാഷ് കാണണം. അത് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കാണണം. എഫ് ഓഫ് എക്സിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കാണാം. അത് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് രണ്ട് ടേമിനെ സെപ്പറേറ്റ് ഡി വൈ ബൈ ഡി എക്സ് കാണാം. ഡി വൈ ബൈ ഡി എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് റേസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് നമുക്ക് പവർ ലോ എന്ന് പറയുന്നത്. പവർ റൂൾ പറയുന്നത് എക്സിന് പവർ ആയിട്ട് വരുന്നത് റൂൾ കൊടുക്കുമ്പോൾ എക്സ് റേസ് ടു എൻ ആണ് വരുന്നുണ്ടെങ്കിൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇവിടെ നമുക്ക് എക്സിന്റെ പവർ 2 ആണ്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് 2x എന്ന് കിട്ടും ഫസ്റ്റ് ടേം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഇവിടെ 3 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പവർ 1 മൈനസ് 1 ആണ്. 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ പവർ 0 വരും. ഏത് ഒരു ടേമിനെയും പവർ 0 വരുമ്പോൾ അത് 1 ആവും. അപ്പൊ 1 ഇൻറ്റു 3 മൾട്ടിപ്ലൈ നമുക്ക് 3 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ 2x പ്ലസ് 3 എന്ന് കിട്ടും. അതിനുശേഷം എഫ് ഡാഷിന്റെ എക്സിന്റെ സ്ഥാനത്തൊക്കെ കിട്ടിയ ഡിഫറൻസിയേഷൻ ചെയ്ത് കിട്ടിയ ആൻസറിൽ എക്സിന്റെ സ്ഥാനത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 4 പ്ലസ് 3 ഈക്വൽ ടു 7 കിട്ടും. ക്ലിയർ ആണത്? ക്ലിയർ ആയി. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് വന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. വാല്യൂ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈക്വൽ 3 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. ഈ എക്സിന് സ്ഥാനം 3 കൊടുക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. ക്ലിയർ ആണോ അത്? ക്ലിയർ ആയി. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ടോപ്പിക്കാണ് വരിക.
ഇനി വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നാളെ നമ്മൾ നോക്കിയിട്ട് ഇനി വേറെ അഡീഷണൽ എന്തെങ്കിലും ഉണ്ടോ ഇത് ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആണ് സെക്കൻഡ്. അത് ഫസ്റ്റ് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ചെയ്യാൻ നമുക്കറിയാം. ആ കിട്ടുന്ന ആൻസറിന് ഒന്നും കൂടി ഡി വൈ ബൈ ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ ആയി. അപ്പൊ സെക്കൻഡ് ഓർഡറും ഹയർ ഓർഡറും ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന് ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിന് ഡി വൈ ബൈ ഡി എക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടും. ആ കിട്ടുന്ന ആൻസറിനെ വീണ്ടും ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആവും. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓർഡർ ആയി. ഇനി ആ ടേമിൽ തന്നെ വീണ്ടും വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? ഹയർ ഓർഡർ ആയി. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വരാൻ നോക്കാം. ആദ്യം ഒരു എഫ് ഓഫ് എക്സ് വന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് പ്ലസ് 2x² പ്ലസ് 3x പ്ലസ് 4. ഇതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യാനാ പറയണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾ. അതുകൊണ്ട് എക്സിന്റെ ടേമിൽ ഈ എഫ് ഓഫ് എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 2x² പ്ലസ് 3x പ്ലസ് 4. എക്സ് ക്യൂബിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ പവർ n 3 ആയിരുന്നു. അപ്പൊ 3 ഇൻറ്റു എക്സിന്റെ പവർ ഒന്ന് കുറയ്ക്കുക. എക്സിന്റെ പവർ 3 ഒന്ന് കുറയ്ക്കുമ്പോൾ 2 കിട്ടും. നമുക്ക് 3x² എന്ന് കിട്ടും ഫസ്റ്റ് തട്ട്. ഇനി സെക്കൻഡ് ടൈം ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. 2 ഇൻറ്റു മുകളത്തെ പവർ 2 വരുമ്പോൾ 4 ആയി. എക്സിന്റെ പവർ ഒന്ന് കുറയ്ക്കുമ്പോൾ നമുക്കത് 1 ആയി. അപ്പൊ 4x എന്ന് കിട്ടും. ഇവിടെ വരുന്നത് 3 ഇൻറ്റു എക്സ് മാത്രമേ ഉള്ളത്. 1/-1 എന്ന് പറയുമ്പോൾ എക്സിന്റെ പവർ 0 ബാലൻസ് വരുന്നത് 3 ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടും. പിന്നെ കോൺസ്റ്റന്റ് ടൈമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 0 ആയിരിക്കും വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ ഡാഷ് ഓഫ് എക്സ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 3x² പ്ലസ് 4x പ്ലസ് 3 എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഇനി ഇതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പൊ ഈ കിട്ടിയ ആൻസറിന് ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. കിട്ടിയ ആൻസറിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 3 ഇൻറ്റു x² ആണ്. 3 ഇൻറ്റു x² നമ്മൾ 6x വരും. 4xന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 4 വരും. 3 കോൺസ്റ്റന്റ് ആണ്, 0 പോയി, 0 ആയിട്ട് പോയി. അപ്പൊ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 6x പ്ലസ് 4 എന്ന് കിട്ടും. ഇത് 0നേക്കാൾ വലിയ വാല്യൂ ആണെന്നാണ് പറയുന്നത്. അതിൽ അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്തു. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആ കിട്ടിയ ആൻസറിനെ വീണ്ടും ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആയി. ഇത് രണ്ടും ക്ലിയർ ആണോ? ക്ലിയർ ആയി. അപ്പൊ സെക്കൻഡും ഹയർ ഓർഡർ എന്ന് പറയണം. അപ്പൊ അടുത്ത് നമുക്ക് തേർഡ് ഡിഫറൻസിയേഷൻ. നമുക്കിവിടെ വാല്യൂ 0 ആവുന്നത് വരെ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റണം. അപ്പൊ അടുത്തത് ഈ ടൈമിന് വീണ്ടും എന്ത് ചെയ്യണം? തേർഡ് ഡെറിവേറ്റീവ് കാണും. തേർഡ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എഫ് ഡബിൾ ഡാഷ് ആണ് 6x പ്ലസ് 4 എന്നുള്ളത്. ഇനി f3x കാണും. f3x എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇവിടെ എക്സിന്റെ ടൈം ഈ ഒരെണ്ണേ ഉള്ളൂ, 6x മാത്രമേ ഉള്ളൂ. 6xന്റെ ഡിഫറൻസിയേഷൻ ചെയ്ത് നമുക്ക് 6 കിട്ടും. 4 കോൺസ്റ്റന്റ് ആണ്, അത് 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് f3x എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. ആ ടേമിന് വീണ്ടും ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. ഫോർത്ത് ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് 6 ആണ്, 6 കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ നമുക്ക് 0 കിട്ടും. അപ്പൊ ഫോർത്ത് ഡെറിവേറ്റീവിൽ ആ ടേം എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇതാണ് ഫസ്റ്റ് ഹയർ ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഡിഫറൻസിയേഷൻ ചെയ്ത് പോവാം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x⁴ മൈനസ് 3x³ പ്ലസ് 2x² മൈനസ് x പ്ലസ് 5. അതുപോലെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ 4 ഇൻറ്റു 4 16. എക്സിന്റെ പവർ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ x⁻³ ആയി. മൈനസ് 3 ഇൻറ്റു 3 9. 9 എക്സിന്റെ പവർ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ x² ആയി. ഇവിടെ 2 ഇൻറ്റു 4 എന്ന് പവർ കുറച്ച് കഴിഞ്ഞാൽ 4x ആയി. മൈനസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ -1 കിട്ടും. പ്ലസ് 5 എന്നുള്ള കോൺസ്റ്റന്റ്. അപ്പൊ ഇത്ര മതി. ഇപ്പൊ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. ഇനി അതിനെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യാം. 16 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 48 എക്സും പവർ ഒന്ന് കുറഞ്ഞപ്പോൾ x² കിട്ടി. മൈനസ് 9 ഇൻറ്റു 2 18x പ്ലസ് 4. ബാക്കി ടേം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 48x² മൈനസ് 18x പ്ലസ് 4 എന്ന് കിട്ടും. ഇനി അതിനെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യാം. വീണ്ടും ഈ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 48 ഇൻറ്റു 2 96x എന്ന് കിട്ടും. ഇവിടുത്തത് 18xൽ മൈനസ് 18 കിട്ടും. അപ്പൊ അത് തേർഡ് ഡെറിവേറ്റീവ് ആയി. വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 96x എന്ന് കിട്ടും. 96 മാത്രമേ ഉള്ളൂ. അപ്പൊ 96xന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 96 എന്ന് കിട്ടും. ഫിഫ്ത്ത് ഡെറിവേറ്റീവില് 96 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അത് ഹയർ ഓർഡർ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഡിഫറൻസിയേഷൻ ചെയ്ത് വരും. ക്ലിയർ ആണത്? ക്ലിയർ ആയി. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്
ഒരു ഇക്വേഷൻ കൂടി പറയുന്നുണ്ട്. അത് മെയിൻ അണ്ടർ തന്നെ വരുന്നതാണ്. അത് 3 തരത്തിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് തന്നെ ഒന്ന് പോളിനോമിയൽ വെച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വെച്ച് ചെയ്യാൻ പറ്റും, പിന്നെ വരുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കാം. അത് ഇൻസ്റ്റന്റേനിയസ് ഫംഗ്ഷൻ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. +2 പഠിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ. y = f(x) ആണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് x = a ആണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f' ആയിരിക്കും. അതായത് ഇങ്ങനെ നമ്മൾ ഡിഫറൻസിയേഷൻ ലിമിറ്റ് cos x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ sin x എന്ന് കിട്ടും. അതുപോലെ sin x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ cos x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ -sin x എന്നും sin x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ cos x എന്ന് കിട്ടും. ആ ട്രിഗണോമെട്രിയുടെ കേസ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ +2 പഠിക്കുന്നുണ്ട് നമ്മൾ. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് f' എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x → 0 f(a + h - f(a) / h. ഇത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് x = a എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്വേഷൻ ആണ് പറയുന്നത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് cos x ന്റെയും അങ്ങനെ ലിമിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് നേരിട്ട് x പവർ n എന്നുള്ളത് ചെയ്യുന്നത് ഇതുപോലെ ലിമിറ്റ് കൊടുത്തുകൊണ്ട് പ്രൂഫായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, +2 പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതില്ലാതെ ഇത് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴാ ഈ ഇക്വേഷൻ ചെയ്യണ്ടേ? അത് ആയിരിക്കും പ്രൂഫ് മാർക്ക് അനുസരിച്ചാണ്. ചിലപ്പോ ഇത് നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മെത്തേഡ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ഉണ്ടാവല്ല കയ്യില്? ഇല്ല, ഇല്ലല്ലേ? നോക്കേണ്ടി വരും. നോക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സാറിന് കൊടുത്തരും കേട്ടോ. ഓക്കെ. അപ്പൊ എനിക്ക് ഈ പറയുന്നതൊക്കെ അതിൽ തന്നെ ഇല്ലേ എന്നുള്ളതൊന്ന്, ഇല്ലാത്ത പോർഷൻ ആണോ ഉള്ള പോർഷൻ ആണോ എന്നുള്ളതൊന്നും കൂടി ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ഇത് മാർക്കിനനുസരിച്ചാണ്. അപ്പൊ ഒരു cos x എന്നിട്ട് അതിനെ പ്രൂഫ് ചെയ്യാൻ പറഞ്ഞത് തരണേ, പ്രൂഫ് എഴുതാൻ പറയണെങ്കിൽ മാത്രമേ ഇത് വെച്ച് പ്രൂഫ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പ്രൂഫ് ഒരുവിധം ഉണ്ടാവാറില്ല. ഇത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണോ? തന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് ശരിക്കും നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്ട് ഇവിടേക്ക് ചോദിക്കണമെന്നില്ല. അത് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ നേരിട്ട് നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ അതിന് വേണ്ടിയാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഈ ഇക്വേഷൻ കൂടി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ അടുത്ത് എഴുതി മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ചെയ്ത് കിട്ടുക. ഇനി ഇവിടെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിന്റെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്നത് ഇതുപോലത്തെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ f(x) ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് x വാല്യൂ കൊടുക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുന്നത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഈ ക്വസ്റ്റ്യൻ. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. f(x) എന്ന് പറഞ്ഞാൽ 3x² + 2x - 1. അവിടെ x എന്ന് പറയുന്നത് വാല്യൂ 4 ആയിരിക്കും. നമുക്ക് ഈ f(x) ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 × 2 6x + 2 എന്ന് കിട്ടും. 6x + 2 x സ്ഥാനത്ത് 4 കൊടുക്കാം. 6 × 4 + 2 എന്ന് പറയുന്നത് 26 കിട്ടും. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? ഇനി ഇത് തന്നെ നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിക് ആണെന്നുണ്ടെങ്കിൽ, അതായത് f(x) തന്നിരിക്കുന്നത് sin x ആണ്. നമുക്ക് കൊടുക്കാൻ പറഞ്ഞ റേഞ്ച് x എന്ന് പറയുന്നത് π/2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് ഡിഫറൻസിയേഷൻ ചെയ്യുക, അതിൽ x വാല്യൂ കൊടുക്കുക. അത്രേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇവിടെ f(x) ആണെന്നുണ്ടെങ്കിൽ f(x) തന്നിരിക്കുന്നത് sin x ആണ്. sin x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് cos x കിട്ടും. x സ്ഥാനത്ത് π/2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ cos π/2 എന്ന് പറയുന്നത് 0 ആണ്. ഇത് നമ്മൾ ടേബിളിൽ വാല്യൂ പഠിച്ചിട്ടുണ്ട് മുന്നേ. കോസിന്റെ വാല്യൂ cos 0 ആണെങ്കിൽ 1 ആയിരിക്കും, cos π/2 ആണെങ്കിൽ 0 ആയിരിക്കും എന്നൊക്കെ. സൈന്റെ വാല്യൂ sin π/2 ആണെങ്കിൽ 1 ആയിരിക്കും, sin 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്നതാണ് സൈൻ, കോസ്, ടാൻ, സീക്ക്, കൊസീക്ക്, അങ്ങനെ 6 അതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇനി ഇതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇക്ക് പവർ ആയിട്ട് വരുന്നത് e⁻x. അപ്പൊ e⁻x ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ആ ടേം തന്നെ നമുക്ക് കിട്ടുക. അതിൽ എക്സിന്റെ കൂടെ ഇവിടെ വാരിയബിൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വാരിയബിളും കൂടി ഇവിടെ ഇൻറ്റു വാരിയബിൾ വരും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ. e⁻x ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇവിടെ തന്നിരിക്കുന്ന f(x) എന്നുള്ള e⁻x ആണ്. എക്സിന്റെ വാല്യൂ 0 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ e⁻x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടും, e⁻x തന്നെ കിട്ടും. ഇനി എക്സിന് പവർ വാല്യൂ 0 ആണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കാം. e⁻0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് e⁻0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അതും കോൺസ്റ്റന്റ് ആണ്. e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ആൻസർ നമുക്ക് എന്ന് കിട്ടും, f(0) കൊടുക്കുന്ന സമയത്ത് 1 എന്ന് കിട്ടും. ക്ലിയർ ആണോ അത്? ഇനി ഇതുപോലെ
എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നിരിക്കുന്നത് e⁻²x ആണെന്നുണ്ടെങ്കിൽ e⁻²x എന്ന് പറയുമ്പോൾ ഈ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. e⁻²x തന്നെ കിട്ടും. ഇനി എക്സിന്റെ ടേമിന് ഇത് എക്സ് ആയിട്ട് എടുത്തുകൊണ്ടാണ് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്തത്. അപ്പൊ എക്സ് ആയിട്ട് എടുത്തിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അത് e⁻²x തന്നെ കിട്ടും. ഇനി ഈ 2x ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യണം. 2x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ 2e⁻²x എന്ന് കിട്ടും. ക്ലിയർ ആണോ അത്? ഇത്രയാണ് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇത് വരെ ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ടൈമായി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം ഇത് നോക്കിയിട്ട് പറയാട്ടോ അതുണ്ടോന്ന്. സിലബസിലുണ്ട് ശരിക്കും. ഇനി അത് സിമ്പിൾ ആയത് കാരണം ചിലപ്പോൾ സ്കിപ്പ് ചെയ്തായിരിക്കാം. ചിലപ്പോ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻ. ചില ഇത്രയല്ലേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്താണെന്ന് അത് നോക്കിയിട്ട് പറയാം. അപ്പൊ ശരിയപ്പോ. ശരി, താങ്ക് യു.